1959 മലയാള ചലച്ചിത്രഗാന ശാഖയിലെ അനുഗ്രഹീത ജോഡിയായ വയലാർ ദേവരാജൻ ടീം ഒന്നിക്കുന്നത് ചതുരംഗം എന്ന ചിത്രത്തിൽ. 1962 ശ്രീ യേശുദാസ് ആദ്യമായി ഈ ടീമിന് വേണ്ടി ഒരു ഗാനം ആലപിക്കുന്നത്. ഭാര്യ എന്ന ചിത്രത്തിൽ. മലയാളികൾ ഇന്നും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന അവിസ്മരണീയമായ ഒരു ജൈത്രയാത്രയുടെ തുടക്കമായിരുന്നു അത്. 1971 പുറത്തിറങ്ങിയ തെറ്റ് എന്ന ചിത്രം സംവിധാനം ചെയ്തത് ശ്രീ KS സേതുമാധവനായിരുന്നു. ഈ ചിത്രത്തിലെ ഗാനവിഭാഗം കൈകാര്യം ചെയ്തതും ദേവരാജൻ വയലാർ ടീം തന്നെയായിരുന്നു. ഇതിൽ ഗാനഗന്ധർവൻ യേശുദാസ് പാടിയ മനോഹരമായൊരു ഗാനമുണ്ട്. ഇണക്കം പിണക്കം. പിണക്കം ഇത് മനുഷ്യ കഥയുടെ ചുരുക്കം. ഒരുക്കം മുടക്കം ഇത് പ്രണയ കഥയുടെ തുടക്കം. ഇണക്കം പിണക്കം ഇത് മനുഷ്യ കഥയുടെ ചുരുക്കം. ഒരുക്കം മുടക്കം ഇത് പ്രണയ കഥയുടെ തുടക്കം. ഋതുക്കൾ വരും മടങ്ങും, മുത്തുവിതയ്ക്കും തിരിച്ചെടുക്കും. ഋതുക്കൾ വരും മടങ്ങും, മുത്തുവിതയ്ക്കും തിരിച്ചെടുക്കും. വിരിയും പുഷ്പം കോഴിയും അതിൻ സുഗന്ധം കൊണ്ട് നിറയും. വിരിയും പുഷ്പം കോഴിയും അതിൻ സുഗന്ധം കൊണ്ട് നിറയും. ആ സുഗന്ധം നിലനിൽക്കും, 1000 യുഗങ്ങളതാസ്വദിക്കും. ഇണക്കം ഇണക്കം ഇത് മനുഷ്യ കഥയുടെ ചുരുക്കം. ഒരുക്കം മുടക്കം ഇത് പ്രണയ കഥയുടെ തുടക്കം. ഇന്ത്യൻ സിനിമ കേട്ട ഏറ്റവും മികച്ച പ്രേതഗാനങ്ങളിൽ ഒന്നാണ് 1962 പുറത്തിറങ്ങിയ 20 സാൽ ബാദ് എന്ന ചിത്രത്തിലെ കഹിദീപ് ജലേ എന്ന ഗാനം. ശ്രീ ഹേമന്ത് കുമാർ നിർമ്മാണവും സംഗീത സംവിധാനവും നിർവഹിച്ച ഈ ചിത്രത്തിൽ ബിശ്വജിത്തും വഹിദ റഹ്മാനുമായിരുന്നു പ്രധാന കഥാപാത്രങ്ങൾ. കടുത്ത അസുഖം ബാധിച്ച് കുറെ കാലത്തെ ചികിത്സയ്ക്ക് ശേഷം ലതാ മങ്കേഷ്കർ തിരിച്ചുവന്ന് ആദ്യമായി റെക്കോർഡ് ചെയ്ത ഗാനമായിരുന്നു ഇത്. ഇത് ശ്രീ ഷക്കീൽ ബദായനിക്ക് മികച്ച ഗാനരചയിതാവിനും ലതാ മങ്കേഷ്കറിന് മികച്ച ഗായികയ്ക്കുമുള്ള ഫിലിംഫെയർ അവാർഡുകൾ നേടിക്കൊടുത്തു. ഹേമന്ത് കുമാറിന് മികച്ച സംഗീത സംവിധായകനുള്ള നോമിനേഷൻ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന് അത് ലഭിക്കുകയുണ്ടായില്ല. പക്ഷേ കാലം കൊടുത്തൊരു ബഹുമതിയായി ഇന്നും ആ ഗാനം ശ്രോതാക്കളുടെ ഹൃദയം